ഞാനവിടെ പോകുന്നതിന്റെ കാരണമായി മാറിയത് ഇവര് പണിയെല്ലാം തീർത്തപ്പോഴേക്കും ഒരു ചോർച്ച ഉണ്ടായിരുന്നു അവിടെ ശബരിമലയിൽ. അപ്പൊ അത് ശരിയാക്കി തരാൻ പറ്റുമെന്ന് പറഞ്ഞാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കാര്യം ഇവര് അന്വേഷിച്ചപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബക്കാർ വന്നിട്ട് കോപ്പർ ഷീറ്റ് ഉണ്ടാക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ പരിചയസമ്പന്നായിരിക്കും പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. ഇത് ഏത് വർഷത്തിലാണ് താങ്കളെ 98. എന്നിട്ട് ഞാൻ അവിടെ പോയി നിരീക്ഷിച്ചതിന് ശേഷം പറയാൻ അണ്ടർടേക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. എനിക്ക് ലേബർ തന്നാൽ ഞാൻ ചെയ്യാന്ന് പറയില്ല. നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് ചെയ്ത് തീർക്കുന്നു. അപ്പൊ കുംഭാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ വിജയമല്യ അവിടെ വരുന്നു. വന്ന സാഹചര്യത്തിൽ പുള്ളി സത്യത്തിൽ ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ഭംഗിയായിട്ട് തീർന്നല്ലോ, ഫസ്റ്റ് പ്രോജക്റ്റാണ് പുള്ളിയുടെ. അപ്പൊ അതിന്റെ പേരിൽ എന്നെ താങ്ക് ചെയ്യുന്നു. പുള്ളി പറയുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചറിൽ എന്തെങ്കിലും വന്നാൽ ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബ്ലസ് ചെയ്തിട്ട് വിടുന്നു. അതേസമയം പുള്ളി ഒരു റിക്വസ്റ്റും കൂടി വെക്കുന്നു. അതായത് ഇനിയിപ്പോ പ്രശ്നവും വരാണ്ടിരിക്കാൻ, ഒരു ചോർച്ച വന്നു പോയല്ലോ, അതേപോലെ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്നെ മര്യാദയ്ക്ക് പൂട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് നിരീക്ഷിച്ച് പറയാൻ പറ്റുമെന്ന് പുള്ളി എന്നോട് പേഴ്സണൽ ആയിട്ടാണ് ചോദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിരീക്ഷണം നടത്തിയിട്ട് എല്ലാ ചോദ്യങ്ങളും ആസ് എ ഒരു എക്സ്പെർട്ടൈസ് എന്നുള്ള രീതി കൂടി നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഒരു നിഗമനത്തിന്റെ എത്തുകയാണ്. അത് റിപ്പോർട്ടാക്കി ഞാൻ വിജയമല്യക്കാണ് കൊടുക്കുന്നത്. അത് ഞാൻ ക്ലീനായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ടെന്നുള്ളത്. അതാണ് എൻ്റെ ഒരു അനുഭവം. അത് കൂടാണ്ട് ഞാൻ ഈ 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. സമീപകാലത്ത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇത് നടന്നല്ല, കുംഭാഭിഷേകം, ആ വർക്ക് ഞാനാ ചെയ്തത്. 5 കലശവും, പിന്നെ തിരുപ്പതി, കൊല്ലൂർ മൂകാംബിക, ഉടുപ്പി ശ്രീകൃഷ്ണൻ, കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം, മുരുടേശ്വരം, എന്നീ പല സ്ഥലങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും. 2017 വരയ്ക്കും കണ്ടു എന്ന് മുൻ ദേവസ്വം മെമ്പർ പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റില്. അത് പുള്ളി ഇറങ്ങുന്നത് വരയ്ക്കും ഇത് സ്വർണമായിരുന്നു എന്നും, അതേപോലെ തന്നെ അതായത് ഓരോ ഇയറും അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഫോട്ടോ എടുക്കുമല്ല, അപ്പൊ അതില് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇതേപോലെ ഗോൾഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പിന്നെ 2 വർഷം കൊണ്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം ഡെഫിനറ്റ് ആയിട്ട് ആരാണെങ്കിൽ ഒരു ലേമാൻ ആണെങ്കിലും ചോദിക്കുമല്ലോ. അതെ സെന്തിനാഥ്, അപ്പോഴാണ് ഗോൾഡ് എവിടെ പോയി എന്നൊരു സംശയം ഉയരുന്നത്. അത് അവര് കണ്ടുപിടിക്കേണ്ട പൊസിഷനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കോടതി വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പ്രിമിസസിൽ ചെയ്യാൻ പാടുള്ളൂ വർക്കുകൾ, റിപ്പയർ വർക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ കോടതിയുടെ അനുമതി വേണം എന്നൊക്കെ പറയുമ്പോൾ അത് ഓർഡർ ചെയ്തുകൊണ്ട് ആര് ചെയ്തു എന്നുള്ള ചോദ്യം വീണ്ടും വരുമല്ലോ. ഇതിനൊക്കെ ആൻസബിൾ അവര് തന്നെയാണ്. ആരെങ്കിലും ഒരാൾ ഉത്തരം പറയണമല്ലേ ഇതിൻ്റെ അകത്ത്. ഊട്ടിയാലും കൊള്ളാം, ഊട്ടി പറയണ എനിക്ക് ജമ്പ് കിട്ടിയിരുന്നു അല്ല. എന്നിട്ട് അയാൾ പറയാൻ ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പെയിന്റ് പോലെ ഒരു സാധനം അടിച്ചു തന്നു. അയാളുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ മാറ്റി മറിച്ച് പറയാനുള്ള സംഭവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ബോർഡ് ഒരിക്കലും അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പോറ്റിക്കൊപ്പം വേറെയും കുറെ ആളുകളുണ്ട്. പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാവുന്ന കാര്യമല്ല. കാണണം, ഒരാളായിട്ട് അയച്ചെടുക്കണമെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഇത്ര എക്സ്പെർട്ട് ആണെങ്കിലും 3 പേര് 4 പേരില്ലാണ്ട് അയച്ചെടുക്കാൻ പറ്റില്ല. പണിക്കാരായാലും കൊള്ളാം, ബോർഡ് മെമ്പർ ആയാലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, 4 പേരുടെ സഹായമില്ലാണ്ട് അടിക്കാൻ പറ്റില്ല. എല്ലാത്തിനും അനുവാദം വേണമല്ലോ. നമ്മളെ സാധനം പുറത്തുകൊണ്ട് അതൊരു പൊതുമുതലായിട്ട് മാറിയല്ലോ. വൺസ് നമ്മൾ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പൊതുമുതല. അപ്പൊ പൊതുമുതലായ സാധനത്തിന് ഇങ്ങനെ കൊടുത്തുവിടാൻ പറ്റുമോ? അല്ലെങ്കിൽ പോറ്റി പറഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാളടുത്ത് കൊടുത്തുവിടേണ്ട ആവശ്യമുണ്ട്. എന്തുണ്ട് ഇവരെ വാദം പറയുന്നത് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പൊ സ്പോൺസർ ചെയ്യാന്ന് പറയുമ്പോഴേക്കും അത് റിപ്പയർ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ എവിടെ? അതിൽ ഗോൾഡ് ഉണ്ടായിരുന്നു, അതിന്റെ രേഖ എവിടെ? ശുദ്ധമായിട്ട് ഗോൾഡ് ഇല്ല എന്ന് പറഞ്ഞത് അവിശ്വസനീയമാണ്. എന്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അത് എത്ര ആയാലും സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യം. പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്കവിടെ. അതായത് ഒരു കോപ്പർ ഷീറ്റ് എടുത്തിട്ട് അതിന്റെ മുകളിൽ പ്ലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. 98 ശരിക്കും ഞാൻ തീർത്തതിന് ശേഷം നിരീക്ഷിച്ചെന്ന് പറഞ്ഞ ഒരു പ്രൂഫ് കൊടുക്കണമല്ല. മേൽക്കൂരയുടെ ഫോട്ടോവും അതിന്റെ മുമ്പിൽ, അതായത് ഫ്രണ്ട് സൈഡില് ദ്വാരപാലകർക്ക് എല്ലാം മുമ്പിൽ നിന്ന് എടുത്ത ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യില്.
അപ്പൊ അതിൽ പൂഴ്ത്തിയായിട്ടുണ്ട്. ഉം. ഓരോ വാദത്തിലും ഓരോന്നാ പറയുന്നത്. ആദ്യം അവരെ വാദത്തിൽ പറഞ്ഞ് വാദമില്ല എന്ന്, പിന്നെ വാദം ഉണ്ടായിരുന്നു, അതിന്റെ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തു എന്നും, ഉം. പിന്നെ രജിസ്റ്റർ ഉണ്ടെന്ന് ഗോപാലകൃഷ്ണൻ സാർ പറയുന്നുണ്ട്, ആ. കമ്മീഷണറെ. ആ. ഇതെല്ലാം രജിസ്റ്റർ ക്ലീൻ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടാ കൊടുത്തുവിട്ടേക്കണെന്ന്. ഓക്കെ. തുടക്കം മുതൽ ഇത് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും ഇതിലൊരു മോഷണം നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ ഏത് തലത്തിലായിരിക്കും, ഏത് തലത്തിലുള്ള ആളുകളാണെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? എങ്ങനെയാ ഇത് നമുക്ക് ശരിക്കും ഒരാളുടെ, അതായത് മോഷണം എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എന്ത് തെറ്റുപറ്റിയിട്ടുണ്ട് പറയാം, അതായിരിക്കും. അപ്പൊ വേദനിപ്പിക്കാണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ ആ തെറ്റ് പറ്റിയത് ശരിക്കും ആരെങ്കിലും ഒരാൾ വിട്ടുവാറ്റുക, അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അല്ല, തെറ്റുപറ്റിന്ന് പറഞ്ഞാൽ ഉള്ള അത്രയും ഗോൾഡ് അങ്ങ് ഇല്ലാതെ കൊണ്ടുപോയത് ചെമ്പാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഇത്രയും വർഷം ഉണ്ടായിരുന്ന ഗോൾഡ് മിസ്സായിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു വെച്ചാല് ഇവരുടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നുണ്ട്, അതായത് പുതിയ ഒരു ചെമ്പ് വെച്ചുള്ള ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയെന്ന്. അതാണ് കൊടുത്തു വിട്ടതെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റോറേജിൽ കാണണമല്ലോ എടുത്ത് മാറ്റി വെച്ചേക്കണത്. അത് ഹൈക്കോടതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധനം കണ്ടെത്തിയിട്ടില്ലെന്ന് കമ്മീഷണറെ. അല്ല, മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോർഡ് അറിയണമല്ലോ, അത് ബോർഡ് അറിയണം, ആ സാധനം കാണാൻ വേണമല്ലോ. അതെ. അപ്പൊ കമ്മീഷണർ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് സാധനം. അതെ. അപ്പൊ അങ്ങനെയാണ് ഈ സാധനം എവിടെ പോയി എന്നുള്ള ചോദ്യം ഒരു സൈഡിലുണ്ട്. ഇനി അഥവാ അല്ല ഈ പോയ സാധനം തന്നെയാണ് കൊടുത്തു വിട്ടെങ്കിൽ അതിന്റെ രേഖ വേണം. അപ്പൊ പുതിയത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ രേഖയിൽ ചെമ്പ് മാത്രമാണ് കൊടുത്തതെന്ന് ഒരു സ്ഥലത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അവര് തന്നെ. മനസ്സിലായില്ല? അതായത് മറ്റേ ബോർഡിന്റെ ആൾക്കാർ തന്നെ ഇത് ചെമ്പാണ് കൊടുത്തു വിട്ടതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അതാണ് അവർ തെറ്റല്ലേ? അപ്പൊ ചെമ്പ് എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയും വരും, വീണ്ടും വരും. അതിനൊരു ഉത്തരവാദിത്വം പറയേണ്ടതാണ്. കത്തു എന്ന് പറയുമ്പോഴേക്ക് ഒരാളായിട്ട് കത്താൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത്. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഇത് എടുക്കണമെങ്കിൽ തന്നെ ഒരു വർക്കർ അറിയണം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഏറ്റവും അറ്റത്തുള്ള ആളാണ് അല്ലെ? അതിന് മുകളിൽ ആരൊക്കെയോ ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനെ പറ്റിയുള്ള 100% ഇതിനെ പറ്റിയുള്ള ഒരു ടെക്നിക്കൽ അവര് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ഇല്ലേ? അതെ, സ്മാർട്ട് ക്രിയേഷൻ. അവർക്ക് പോലും ഇതിന്റെ, അതായത് അമാൽഗമേഷൻ പ്രോസസ് ടെക്നിക്കൽ സൈഡ് അറിയില്ല. അവര് പ്യുവർ ബിസിനസ്സാണ് ചെയ്യണത് അവരെ. മനസ്സിലായില്ലേ? ഗോൾഡ് പ്ലേറ്റിംഗില് ഒരു തൊഴിലാളിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞത് അതിൽ കിടക്കുന്ന തീരുമാനമാണ്. നിങ്ങൾ സ്വർണം മേടിക്കാൻ പോവല്ല, മേടിക്കാൻ പോകുമ്പോ ഇത്രയും തേയ്മാനം ഇത് പണിക്കൂലി എന്ന് പറയുമല്ല. അപ്പൊ ആ തീരുമാനമാണ് അവരുടെ ലാഭം. അപ്പൊ തീരുമാനം വഴി പോവാം, പക്ഷെ മൊത്തം പോവാൻ സാധ്യതയില്ല അവിടെ. ഒരു പോസിബിലിറ്റി ഇല്ല. ഒരു 100% ഒരു ശൃംഖലയുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഒരു സിംഗിൾ പേഴ്സണോ 2 പേഴ്സണോ ഒരു 10 പേരുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. 10ന്റെ മീൻസ് ഞാൻ പറയുന്നത് ഇപ്പൊ എടുത്തുകൊണ്ട് ഒരു പണിക്കാരൻ്റെ അടുത്ത് കൊടുക്കണം, അത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് മാറും. അപ്പൊ അതിൽ ഗോൾഡ് എവിടെ എന്നുള്ള ചോദ്യം വരും, അത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് മാറും. ഇനി ഉണ്ണി പോറ്റി കൊണ്ടുവരണമെങ്കിൽ പുള്ളിക്ക് ആൾക്ക് റൈറ്റ്സ് കൊടുത്തുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോയെത്താനും ജയറാമിന്റെ അവിടെ കൊണ്ടുള്ള റൈറ്റ്സ് ആര് കൊടുക്കും? അങ്ങനെ ഒന്നുമില്ല, പല ചോദ്യം. അപ്പൊ ഇങ്ങനെ ഇവര് അതായത് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണോ എന്നുള്ള പോലും നമുക്ക് അറിയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു അവതാരത്തിന് മുമ്പിൽ നിർത്തിയാൽ മതിയല്ല.